Hello guys, welcome back to channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? An ideal fluid is one which obeys Newton law of viscosity, frictionless and incompressible, very viscous, frictionless and viscous. Okay, so ideal flow condition ആണ് ചോദിച്ചിരിക്കുന്നത്. Obviously viscosity-യുടെ റോളേ ഇല്ല, viscosity ഇല്ലായിരിക്കും. അതാണ് നമ്മൾ ഐഡിയൽ ഫ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ വിസ്കോസിറ്റി ഇല്ലായിരിക്കും. ഇൻ അഡീഷൻ ടു ദാറ്റ് ഫ്രിക്ഷൻ ഇല്ലായിരിക്കും ആൻഡ് ഇൻകംപ്രസിബിളും ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വരത്തില്ല, വിസ്കസ് ഇത് വരത്തില്ല, ഇവിടെയും വിസ്കസ് ഉണ്ട്, ഇതും വരത്തില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻലെസ് ആൻഡ് ഇൻകംപ്രസിബിൾ. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻലെസ്സും ഇൻകംപ്രസിബിളും ആയിരിക്കും. ഓക്കെ, ബി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് വിച്ച് ഡിറ്റർമൈൻസ് its resistance to shearing stress is called viscosity ആണോ, surface tension ആണോ, adhesion ആണോ, none of the above. So നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് property of a fluid which determines the resistance to shearing stress. So resistance to shearing stress ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? വിസ്കോസിറ്റി ആണ് കറക്റ്റ് ആൻസർ. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഓക്കെ, റെസിസ്റ്റൻസ് ടു ഫ്ലോ അതിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് പ്രോപ്പർട്ടി ഓഫ് ദ ഫ്ലൂയിഡ് വിച്ച് ഡിറ്റർമൈൻസ് ദ റെസിസ്റ്റൻസ് ടു ഷിയറിംഗ് സ്ട്രെസ്. ഓക്കെ, ഷിയറിംഗ് സ്ട്രെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ടു ഫ്ലോയിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അത് വിസ്കോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ എ ആണ് കറക്റ്റ് ഓപ്ഷൻ, വിസ്കോസിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ with rise in altitude decreases linearly, first slow then steeply then gradually, unpredictable. Okay, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ പറ്റിയാണ്. വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ് എന്ത് വേരിയേഷൻ ആണ് ഉണ്ടെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം ഹൈറ്റിന്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വേരി ആവുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പ്രഷർ. വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ് പ്രഷർ റെഡ്യൂസ് ആണ് ആവുന്നത്. ഓക്കെ, സോ നമുക്ക് കാണാൻ പറ്റും ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റീപ്ലി ആണ് പോകുന്നത്. സോറി, ഫസ്റ്റ് നമ്മുടെ സ്ലോലി ആണ് റെഡ്യൂസ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ മേളിലോട്ട് പോവുകയാണെങ്കിൽ സ്റ്റീപ്ലി ആണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ഫസ്റ്റ് സ്ലോലി ദെൻ സ്റ്റീപ്ലി. സ്ലോലി ആയിട്ട് റെഡ്യൂസ് ആയി ദെൻ സ്റ്റീപ്ലി ആണ് പോകുന്നത് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഫസ്റ്റ് സ്ലോ ദെൻ സ്റ്റീപ്ലി. ഓക്കെ, ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The rotation of a bucket containing water and rotating about its vertical axis at constant speed shall produce. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫ്രീ വോർട്ടെക്സ് ആണോ, ഫോഴ്സ്ഡ് വോർട്ടെക്സ് ആണോ, ബോത്ത് ഓഫ് ദ അബവ് ഡിപെൻഡിങ് ഓൺ ദ സ്പീഡ് ഓഫ് ദ റൊട്ടേഷൻ ആണോ, നൺ ഓഫ് ദ അബവ് ആണോ? ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരുന്നത്? റൊട്ടേഷൻ ഓഫ് എ ബക്കറ്റ് കണ്ടെയ്നിങ് വാട്ടർ. ഓക്കെ, ഒരു ബക്കറ്റിന്റെ ആണ് നമ്മൾ കേസ് എടുക്കുന്നത്. റൊട്ടേഷൻ ഓഫ് എ ബക്കറ്റ് കണ്ടെയ്നിങ് വാട്ടർ. സോ ഇതിൽ വാട്ടർ ഉണ്ട്. ഓക്കെ, ഇതിൽ വാട്ടർ ഉണ്ട്. നമ്മൾ ഇതിനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഏത് ഫ്ലോ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, റൊട്ടേഷൻ ഓഫ് എ ബക്കറ്റ് കണ്ടെയ്നിങ് വാട്ടർ ആൻഡ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ് ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ ഏത് ഫ്ലോ ആണ്? ഫ്രീ ആണോ, ഫോഴ്സ്ഡ് ആണോ, or both of the above depending upon the speed of the rotation ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഫോഴ്സ്ഡ് വെർട്ടെക്സ് ഫ്ലോയിന്റെ കാറ്റഗറിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ വേറെ നമുക്ക് അറിയാം, ഇപ്പോൾ നമ്മൾ വാഷ് ബേസിൻ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ടാപ്പ് ഓൺ ചെയ്യുമ്പോൾ അതിന്റെ വാഷ് ബേസിന്റെ അകത്തോട്ട് ഇങ്ങനെയാണ് പോകുന്നത്, റൗണ്ട് ആയിട്ടാണ് പോകുന്നത്. ഇത് ഫ്രീ വെർട്ടെക്സ് ഫ്ലോ ആണ്. ഓക്കെ, വാഷ് ബേസിൻ നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ ഫ്രീ വെർട്ടെക്സ് ഫ്ലോ ആണ്. അതേപോലെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുവാണെങ്കിൽ, നമ്മളിലാണ് മെക്കാനിക്കൽ ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഫോഴ്സ്ഡ് വെർട്ടെക്സ് കാറ്റഗറിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The magnitude of the buoyant force can be determined by Newton's law of viscosity ആണോ, Archimedes principle ആണോ, principle of moments ആണോ, none of the above ആണോ? സോ buoyancy force അല്ലെങ്കിൽ buoyant ഫോഴ്സിന്റെ പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. A rectangular block of dimension 2 meter into 1 meter into 1 meter is floating in the water with immersing the depth is 0.5. Okay, immersing depth തന്നിട്ടുണ്ട് 0.5. Okay, പിന്നെ നമ്മുടെ തന്നിട്ടുള്ളത് എന്താണ്?
what is the weight of the block if unit weight of the water is 10 kilonewton per cubic meter. Okay, നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചെങ്കിൽ നമുക്ക് ആദ്യം വരയ്ക്കാം. ഓക്കെ, നമ്മുടെ ഒരു ബ്ലോക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ബ്ലോക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ is immersed in water. ഓക്കെ, ഇത് ഇമേഴ്സ്ഡ് ആണ് വാട്ടറിൽ. വാട്ടറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 0.5 മീറ്റർ. എത്ര ഇമേഴ്സ്ഡ് ആണ് തന്നിട്ടുണ്ട്? 0.5 മീറ്റർ. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 0.5 മീറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് ഇമേഴ്സ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ സൈഡ് തന്നിട്ടുണ്ട് 2. ഇതിന്റെ 2, വിഡ്ത്ത് 1, ഇത് 1 മീറ്റർ, ഹൈറ്റും 1 മീറ്റർ. ഓക്കെ, അതിനാണ് 0.5 ആണ് ഇമേഴ്സ്ഡ്. ഓക്കെ, ഇത് 1 മീറ്റർ, 2 into 1 into 1 meter ആണ്. Floating of the water, immersing depth 0.5 ആണ്. What is the weight of the block if unit weight of the water is unit weight of water തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന് നമ്മൾ buoyancy force ആക്ട് ആവുന്നുണ്ട്. ഓക്കെ, buoyancy force എന്ന് പറഞ്ഞാൽ buoyancy forceന്റെ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ എത്ര വാട്ടർ റിപ്ലേസ് ആയി, നമ്മുടെ ഈ ക്യൂബ് അല്ലെങ്കിൽ ഈ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് എത്ര വാട്ടറിനെ റിപ്ലേസ് ചെയ്തു അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്തു, അതിന്റെ ഇക്വലന്റ് ആയിരിക്കും. അപ്പോൾ വെയിറ്റ് ഓഫ് ദ വാട്ടറിന്റെ ഇക്വലന്റ് ആയിരിക്കും, വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസിന്റെ ഇക്വലന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ എഴുതുന്നത്? 2 into 1. ഓക്കെ, അതായത് ഈ ഒരു ഡയമെൻഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഇൻറ്റു എത്രയാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഇൻറ്റു 0.5. ഈ ഒരു ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോറി, ഏരിയയുടെ ഈ ഒരു വെയിറ്റ്. ഓക്കെ, എത്ര വോള്യൂം ഓക്കുപൈ ആയി അതിനാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 1 into 0.5. അപ്പോൾ എത്ര ഹൈറ്റിൽ ഇമേഴ്സ്ഡ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇൻറ്റു എന്താണ് ചെയ്യേണ്ടത്? ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എത്രയാണ്? 10 ആണ്. ഓക്കെ, സോ ഇതിന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ 1 ആകും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. ഓക്കെ, ആൻസർ 10 ആയിരിക്കും. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? 5 ആണോ, 10 ആണോ, 15 ആണോ, 20 ആണോ? ബി ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ, സോ ഇമേഴ്സ്ഡിന്റെ കേസ് ആണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസ് flow net cannot be drawn? Irrotational flow ആണോ, steady flow ആണോ, when flow is governed by gravity ആണോ, when flow is not governed by gravity ആണോ? ഓക്കെ, ഏത് ഫ്ലോയിലാണ് നമ്മുടെ ബൗണ്ടറി അല്ലെങ്കിൽ നെറ്റ് നമ്മൾ ഫ്ലോ നെറ്റ് കൺസിഡർ ചെയ്യേണ്ടത്? നമ്മുടെ ബൗണ്ടറി കേസ്, നമ്മളിപ്പോൾ ഒരു ബൗണ്ടറി ആയിട്ട് കേസ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഒരു ബൗണ്ടറി ഫിക്സ്ഡ് ബൗണ്ടറി ആണെങ്കിൽ അതിന്റെ കേസിന് അതിന്റെ അക്രോസ് നമുക്ക് ഒരിക്കലും ഫ്ലോ നെറ്റ് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഫ്ലോ നെറ്റ് ഇൻ കേസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഡിസ്റ്റർബൻസിൽ നമ്മൾ ഫ്ലോ നെറ്റ് വരയ്ക്കും അല്ലെ. സോ ഇങ്ങനെ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ റിജിഡ് ബൗണ്ടറി ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഫ്ലോ നെറ്റ് വരയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ വേറെ എന്ത് കേസാണ്? റിവർ അല്ലെങ്കിൽ നമ്മുടെ സിവർ. എൻവയോൺമെന്റിൽ നമ്മൾ പഠിച്ചായിരുന്നു സിവർ. ഓക്കെ, സോ സിവർ ആയാലും പൈപ്പ് ആയാലും അതിന്റെയൊക്കെ നമ്മുടെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ആണ്. ഓക്കെ, അത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഫ്ലോ നെറ്റ്, നമ്മുടെ ആ ബൗണ്ടറി നമുക്ക് ഫ്ലോ നെറ്റ് ഒരിക്കലും ഗ്രാവിറ്റേഷണൽ ഫ്ലോയിൽ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മുടെ ഓപ്പൺ ചാനൽ ഫ്ലോ ആണ് ഈ പൈപ്പും നമ്മുടെ റിവറും പിന്നെ നമ്മുടെ സീവർ എല്ലാം ഓപ്പൺ ചാനൽ ഫ്ലോയിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, സോ അത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ്, വളരെ ബേസിക് ആണ്. റിവർ എല്ലാം ഫ്ലോ ആവുന്നത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ്. ഓക്കെ, അപ്പോൾ ഏത് ഫ്ലോയിലാണ് നമ്മുടെ ഫ്ലോ നെറ്റ് കൺസിഡർ ചെയ്യാത്തതെന്നാണ് ചോദിച്ചത്. ഫ്ലോ നെറ്റ് നമുക്ക് ഏതൊക്കെ കേസ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല? ഒന്ന് ഞാൻ പറഞ്ഞു, ബൗണ്ടറി ഫിക്സ്ഡ് ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഫ്ലോ നെറ്റിനെ കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, ഓപ്പൺ ചാനൽ ഫ്ലോ എന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, പിന്നെ സീവർ അതേപോലെ പൈപ്പ് അതെല്ലാം എന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? when the flow is governed by gravity. Okay, C ആണ് correct option. Okay, next question. Value of CV for sharp edge orifice is generally 0.98 ആണോ, 0.95 ആണോ, 0.96 ആണോ, 0.97 ആണോ? ഓക്കെ, ഷാർപ്പ് എഡ്ജ് ഓറിഫിസിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. സിയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 0.98 ആണ്. ഓക്കെ, സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.98 ആണ് ഫോർ ഷാർപ്പ് എഡ്ജ് ഓറിഫിസ്. Okay, next question. The motion of air mass in a tornado is free vortex motion ആണോ, forced vortex motion ആണോ, free vortex at center and forced vortex at outside ആണോ, or forced vortex
forced vertex at center and free vertex at free vertex outside ആണ്. ഏതാണ് നമ്മൾ ബെർണാഡ് നമ്മളറിയാം ഇങ്ങനത്തെ ഒരു അതാണ്. ഓക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് വരുന്നത്. ഓക്കെ സോ അതിന്റെ നമ്മൾ പറയുകയാണെങ്കിൽ സെന്ററിൽ ഫോഴ്സ്ഡ് വെർട്ടെക്സ് ആയിരിക്കും. ഓക്കെ സെന്ററിൽ നമ്മുടെ ഫോഴ്സ്ഡ് വെർട്ടെക്സ് ആയിരിക്കും. നമ്മൾ ഔട്ട്സൈഡ് പോകുന്നതും അത് ഫ്രീ വെർട്ടെക്സ് ആയിരിക്കും. ഓക്കെ വെളിയിൽ പോകുന്നതും ഫ്രീ വെർട്ടെക്സ് ആയിരിക്കും. അപ്പം സെന്ററിൽ ഫോഴ്സ്ഡും അതേപോലെ ഇതിന്റെ ഫോഴ്സ് ആണ് നമ്മുടെ ഔട്ട്സൈഡിൽ കൺവേർജ് ആവുന്നത്. ഓക്കെ അപ്പൊ സെന്ററിൽ ഫോഴ്സ്ഡും അതിന്റെ മേളിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രീ വെർട്ടെക്സ് ആയിരിക്കും. അപ്പൊ ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Forced vertex at center and free vertex at outside. Okay, D ആണ് correct option. Next question. In Sutro-ware, the discharge is proportional to H 1/2 ആണ്, H 5/2 ആണ്, H 3/2 ആണ്, H ആണ്. Sutro-ware എന്ന് പറഞ്ഞാൽ നമ്മുടെ സീവറിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെലോസിറ്റി കൺട്രോൾ ചെയ്യുന്നതാണ്. ഓക്കെ സീവറിലായാലും നമ്മുടെ പൈപ്പ് ഫ്ലോയിലായാലും നമ്മുടെ വെലോസിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നമ്മുടെ Sutro-ware. ഓക്കെ അത് പ്രൊപ്പോർഷണൽ ഹെഡ് എന്ന് ഇതിന് പറയും. ഓക്കെ പ്രൊപ്പോർഷണൽ ഡിസ്ചാർജ് എന്ന് ഇതിൽ പറയും. അപ്പോൾ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹെഡ് ആണ്. ഓക്കെ Sutro-ware-ന്റെ. ഓക്കെ അതാണ് ബേസിക് ഫോർമുല. അപ്പൊ നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു H raised to n. ഇതാണ് ജനറൽ ഫോർമുല. അപ്പോൾ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് ടു H ആയിരിക്കും. ഇതിന്റെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഹെഡിന്റെ ഇക്വലന്റ് ആയിരിക്കും. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a laminar flow through a channel, Reynolds number തന്നിട്ടുണ്ട് is given by 1500. What is the frictional friction force? 0.1 ആണോ 0.043 ആണോ 0.086 ആണോ 0.0054 ആണോ? ഓക്കെ നമ്മുടെ എന്താണ് തന്നിട്ടുള്ളത്? Reynolds number തന്നിട്ടുണ്ട്, RE തന്നിട്ടുണ്ട്, എത്രയാണ് 1500. ഓക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? For a laminar flow through a channel, Reynolds number is given by 1500. What is the frictional? Okay, frictional factor ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രിക്ഷണൽ ഫാക്ടറിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്? 64/RE. ഓക്കെ ജനറൽ ഫോർമുലയാണ് 64/RE. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 64 ഡിവൈഡഡ് ബൈ 1500. ഓക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.042 സംതിങ് കിട്ടും. ഓക്കെ ഇതിന്റെ ഇക്വലന്റ് ആണ് ബി, അല്ലെങ്കിൽ 0.043യുടെ ഇക്വലന്റ് ആണ്. ഓക്കെ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. Okay, next question. At the center line of a pipe flowing under pressure where the velocity gradient is 0, the shear stress will be minimum ആണോ maximum ആണോ 0 ആണോ could be any value ആണോ? Okay, നമ്മുടെ എക്സാമിൽ എന്താണ് ചോദിച്ചിരുന്നത് ക്വസ്റ്റ്യനിൽ? at the center line of the pipe. Okay, പൈപ്പിന്റെ സെന്റർ ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ center line of the pipe flowing under pressure where the velocity gradient is 0, the shear stress ന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷിയർസിന്റെയും വെലോസിറ്റിയുടെ വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ നമ്മൾ ഷിയർ സ്ട്രെസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വേരിയേഷനിൽ വരും. ഓക്കെ നമ്മുടെ സെന്ററിൽ നോക്കുകയാണെങ്കിൽ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. അതേപോലെ ബൗണ്ടറിയിൽ നോക്കുകയാണെങ്കിൽ ഷിയർ സ്ട്രെസ് മാക്സിമം ആയിരിക്കും. അതേപോലെ നമ്മൾ വെലോസിറ്റിയുടെ കേസ് ആണെന്ന് എടുക്കുന്നതെങ്കിൽ മാക്സിമം വെലോസിറ്റി വരുന്നത് സെന്ററിലായിരിക്കും. ഓക്കെ സൈഡിൽ കുറവായിരിക്കും. അതേപോലെ മാക്സിമം വരുമ്പോൾ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ സെന്ററിലായിരിക്കും. ഓക്കെ ഇത് വെലോസിറ്റിയുടെ വേരിയേഷൻ ആണ്, ഇത് ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ ആണ്, ഷിയർ സ്ട്രെസിന്റെ വേരിയേഷൻ ആണ്. ഓക്കെ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സെന്ററിൽ 0 ആയിരിക്കും. അതേപോലെ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ മാക്സിമം ആയിരിക്കും രണ്ട് സൈഡിലും. അതേപോലെ സെന്ററിൽ മൂവ് ചെയ്യുമ്പോൾ ഡിക്രീസ് ആകും ഷിയർ സ്ട്രെസിന്റെ വാല്യൂ. ഓക്കെ അതേപോലെ വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ഈ സെന്റർ വാല്യൂയിൽ മാക്സിമം ആയിരിക്കും, സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും. ഓക്കെ സോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? വിച്ച് ഓഫ് ദ മാക്സിമം എന്താണ് ചോദിച്ചിരിക്കുന്നത്? at the center line of the force under the where the velocity gradient is 0, the shear stress will be 0. Okay so shear stress എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും സെന്റർ ലൈനിൽ. ഓക്കെ C ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The roughness coefficient for the channel is given by F. Roughness coefficient F തന്നിട്ടുണ്ട്. The Chezy's coefficient is
directly proportional to f ആണോ under root f ആണോ 1 by f ആണോ 1 by under root f ആണോ. ഓക്കെ, നമ്മുടെ Chessy's coefficient ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 8g under root f. ഓക്കെ, ടോട്ടൽ under rootലാണ് വരുന്നത്. അപ്പം Chessy's coefficient is directly proportional to 1 by f under root. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് under root ചെയ്യാൻ പറ്റും. ഇത് equivalent to 1 by under root f. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഡി ആണ്. ഓക്കെ, ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു under root f. Next question. Which of the following is responsible for the separation of boundary layer? Boundary layer നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ് റെസ്പോൺസിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോസിറ്റീവ് പ്രഷർ ഗ്രേഡിയന്റ് ആണോ, ഹൈ വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണോ, ലോ വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണോ, നൺ ഓഫ് ദ അബവ് ആണോ? അപ്പോൾ നമ്മുടെ കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ ബൗണ്ടറി ലെയറിന്റെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, എന്താണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് റീസൺ ഓഫ് സെപ്പറേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രഷറിന്റെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ബൗണ്ടറി ലെയറിൽ നിന്ന് സെപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, ബൗണ്ടറി ലെയറിന്റെ സെപ്പറേഷൻ നടക്കുന്നത് പ്രഷറിന്റെ ഗ്രേഡിയന്റ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയാലാണ് സെപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? പോസിറ്റീവ് പ്രഷർ ഗ്രേഡിയന്റ്. ഓക്കെ, എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഈ ക്വസ്റ്റ്യനോട് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് represents the maximum thickness of the boundary layer in pipe having radius r? 0 ആണോ, r/2 ആണോ, r ആണോ, 2r ആണോ? അപ്പൊ നമ്മൾ ഒരു പൈപ്പിന്റെ ഫ്ലോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ബൗണ്ടറിയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അതേപോലെ ഫുൾ ആയിട്ട് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ ഫുൾ ആയിട്ട് ഡെവലപ്പ് ആവുകയാണ്, ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിന്റെ നമ്മൾ സെൻട്രൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ ആയിട്ട് ഡെവലപ്പ് ആയി കഴിഞ്ഞു. ഓക്കെ, ആ ഒരു കേസാണ് നമ്മൾ എടുക്കുന്നത് സെൻട്രൽ ലൈൻ. അപ്പോൾ ഫുൾ ആയിട്ട് ഡെവലപ്പ് ആകുവാണെങ്കിൽ ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ആർ ആണ്. ഓക്കെ, ഫുൾ ആയിട്ട് ഡെവലപ്പ് ആയി കഴിയുവാണെങ്കിൽ ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ആർ ആണ്. അപ്പോൾ മാക്സിമം തിക്നെസ് ഓഫ് ബൗണ്ടറി ലെയർ ഓഫ് ദ പൈപ്പ് ഹാവിംഗ് റേഡിയസ് ആർ ഇതിന്റെ ഇക്വലന്റ് ആണ്. മാക്സിമം തിക്നെസ് പറഞ്ഞാൽ ആറിന്റെ ഇക്വലന്റ് ആണ്. ഓക്കെ, സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഫുൾ ആയിട്ട് നമ്മുടെ ഫ്ലോ ഫുൾ ആയിട്ട് ഡെവലപ്പ് ആയി കഴിഞ്ഞെങ്കിൽ അതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ മാക്സിമം തിക്നെസ് ഓഫ് ബൗണ്ടറി ലെയർ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ആർ ആണ്. ഓക്കെ, നെക്സ്റ്റ്. When an ideal fluid flew past a sphere. Okay, when an ideal fluid ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സ്പിയറിന് പാസ്റ്റ് ഇങ്ങനെ ഫ്ലൂയിഡ് പാസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഹൈയസ്റ്റ് ഇന്റൻസിറ്റി ഓഫ് ദ പ്രഷർ ഒക്കേഴ്സ് അറൌണ്ട് ദ സർക്കംഫറൻസ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണോ, ലോ പ്രഷർ ഇന്റൻസിറ്റി ഒക്കർ അറ്റ് ഫ്രണ്ട് സ്റ്റാഗ്നേഷൻ പോയിന്റ് ആണോ, ലോവസ്റ്റ് പ്രഷർ ഇന്റൻസിറ്റി ഒക്കർ അറ്റ് റിയർ സ്റ്റാഗ്നേഷൻ പോയിന്റ് ആണോ, ടോട്ടൽ ഡ്രാഗ് ഈസ് 0 ആണ്? ഐഡിയൽ കേസ് ആണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി നോക്കിയായിരുന്നു. ഐഡിയൽ കേസിൽ നമ്മുടെ വിസ്കോസിറ്റി 0 ആയിരിക്കും, അതേപോലെ ഇൻകംപ്രസിബിൾ ഫ്ലോ ആയിരിക്കും, ഫ്രിക്ഷൻലെസ് ഫ്ലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് തന്നെ പറയാൻ പറ്റും, ഡ്രാഗ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഐഡിയൽ കേസ് ആയതുകൊണ്ട് ടോട്ടൽ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, വിസ്കോസിറ്റി 0 ആണ്, ടോട്ടൽ ഡ്രാഗ് എന്ന് പറഞ്ഞാലും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. Okay, total drag 0 on ideal fluid flow past a sphere, total drag is 0. Okay, next question. A body is said to be provided optimum amount of streamlining when optimum amount of streamline നമ്മൾ എപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? body is subject to optimum amount of streamline. friction drag is minimum ആണോ, pressure drag is minimum ആണോ, അതേപോലെ പ്രൊഫൈൽ ഡ്രാഗ് അല്ലെങ്കിൽ സം ഓഫ് ദ ഫ്രിക്ഷണൽ ഡ്രാഗ് പ്ലസ് പ്രഷർ ഡ്രാഗ് മിനിമം ആകുമ്പോഴാണോ, or production of friction and pressure drag is minimum? ഏത് കണ്ടീഷനിലാണ് നമ്മുടെ ഒപ്റ്റിമം ഓഫ് സ്ട്രീം ലൈനിങ് നടക്കുന്നത്? when our body is said to be provided optimum of streamlining. നമ്മൾ നേരത്തെ നോക്കിയത് ഐഡിയൽ കേസ് ആയിരുന്നു. ഓക്കെ, ഐഡിയൽ കേസിൽ നമ്മൾ എന്താണ് നോക്കിയത്? നമ്മുടെ പ്രൊഫൈൽ ഡ്രാഗ് നമ്മുടെ ഐഡിയൽ കേസ് എന്തായിരുന്നു നോക്കിയത്? നമ്മുടെ ടോട്ടൽ ഡ്രാഗ് അല്ലെങ്കിൽ വിസ്കോസിറ്റി 0 ആണ്. പക്ഷെ ഇത് ഐഡിയൽ കേസ് ആയിരുന്നു. ഇതിന്റെ നമ്മുടെ ടോപ്പ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഐഡിയൽ കേസ്. പക്ഷെ ഇത് ഐഡിയൽ കേസ് അല്ല, സ്ട്രീം ലൈനിങ്ങിന്റെ കേസാണ്. ഒപ്റ്റിമം കണ്ടീഷൻ ആണ് ചോദിച്ചിരുന്നത്. അപ്പൊ മിനിമം ആയിരിക്കും. ഓക്കെ, ഐഡിയൽ കേസ് ആണ് 0 ആയതാണ്, അല്ലെങ്കിൽ നോർമൽ കേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ മിനിമം ആയിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? പ്രൊഫൈൽ ഡ്രാഗ് ഈസ് മിനിമം. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. പ്രൊഫൈൽ ഡ്രാഗ് ഈസ് മിനിമം. സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, പ്രൊഫൈൽ ഡ്രാഗ് ഈസ് മിനിമം. Okay, next question. Two pipe system are said to be equivalent
രണ്ട് പൈപ്പ് സിസ്റ്റമിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. സെറ്റ് ടു ബി ഇക്വലന്റ് ഇഫ് വെൻ they carry same discharge, they carry satisfying Bernoulli's they are satisfying Bernoulli's theory, both have same head loss and discharge value, they are of same length and having same head loss. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഓക്കെ, നമ്മുടെ രണ്ട് കേസ് നമുക്കറിയാം. ഇപ്പോൾ ഹെഡ് ലോസ് പാരലൽ ആണെങ്കിൽ, ഹെഡ് ലോസ് പാരലൽ ആണെങ്കിൽ നമുക്ക് അറിയാം ഹെഡ് ലോസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ഓക്കെ, ഹെഡ് ലോസ് പാരലൽ ആണെങ്കിൽ, സോറി, പൈപ്പിന്റെ സെറ്റപ്പ് പാരലൽ ആണെങ്കിൽ ഹെഡ് ലോസിന്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇൻ കേസ് സീരീസിലാണെങ്കിൽ ഡിസ്ചാർജ് സെയിം ആയിരിക്കും. ഓക്കെ, സീരീസിലാണെങ്കിൽ ഡിസ്ചാർജ് സെയിം ആയിരിക്കും, അതേപോലെ ഹെഡ് ലോസ് ഡിഫറെന്റ് ആയിരിക്കും. ഹെഡ് ലോസ് ഡിഫറെന്റ് ആയിരിക്കും നമ്മുടെ. അതേപോലെ നമ്മുടെ പാരലൽ ആണെങ്കിൽ ഹെഡ് ലോസ് സെയിം ആയിരിക്കും, ഡിസ്ചാർജ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടു പൈപ്സ് ആർ സെറ്റ് ടു ബി ഇക്വലന്റ്. ഇക്വലന്റ് നമ്മൾ ഏത് കേസിലാണ് എടുക്കുന്നത്? ബോത്ത് head loss and discharge values. Okay, two pipes of the system are said to be equivalent. Equivalent എപ്പോഴാണ് എടുക്കുന്നത്? both head loss and discharge values. So നമ്മൾ രണ്ട് വാല്യൂ കൺസിഡർ ചെയ്തിട്ടാണ് equivalent എടുക്കുന്നത്. both have same head loss and discharge. Okay, രണ്ടിന്റെ വാല്യൂ സെയിം ആയിരിക്കും. Okay, C ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. when the Mach number is more than 6, Mach number value 6 ആണ്, more than 6 ആണ്, the flow is called subsonic ആണോ, supersonic ആണോ, sonic ആണോ, hypersonic ആണോ? ഓക്കെ, നമ്മുടെ സൂപ്പർസോണിക് Mach number, സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്, അതേപോലെ സോണിക് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ 1 to 5 അല്ലെങ്കിൽ 6 ആണ്, അതേപോലെ ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞാൽ 5 or 6 to 10 ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ഏതാണ്? ക്വസ്റ്റ്യൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? മാക് നമ്പർ ഈസ് മോർ ദാൻ 6, സിക്സിനെക്കാളും കൂടുതലിന് ഏതാണ് പറയുന്നത്? ഹൈപ്പർ സോണിക് ഫ്ലോ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ റിവർ ആൻഡ് ഹാർബർ മോഡൽ ദ മോസ്റ്റ് സൂട്ടബിൾ ഈസ്, ഏതാണ് റിവർ ആൻഡ് ഹാർബർ മോഡലിൽ മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ളത്? ഫ്രൗഡ്സ് നമ്പർ ആണോ, ഓയിലർ നമ്പർ ആണോ, കോച്ചി നമ്പർ ആണോ, വെബർ നമ്പർ ആണോ? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഓക്കെ, നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. റിവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഫ്ലോ ആണ്, ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. അപ്പൊ നമ്മുടെ ഏതിന്റെ ഇൻഫ്ലുവൻസ് ആണ് വരുന്നത്? ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ്. അപ്പൊ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏത് നമ്പർ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഗ്രാവിറ്റിയുടെ ആക്ട് ആവുന്നത് ഏതാണ്? ഫ്രൂട്ട്സ് ആണ്, ഫ്രൗഡ്സ് നമ്പർ. ഓക്കെ, എ ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ രണ്ടിന്റെ മോഡലാണ്, ഹാർബറിന്റെ മോഡലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ ചാനൽ ഫ്ലോയിന്റെ കൺസിഡർ ചെയ്തിട്ടാണ്, അതായത് ഗ്രാവിറ്റിയുടെ കൺസിഡർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആൻസർ എന്ന് പറഞ്ഞാൽ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജംപ് ഈസ് ഈക്വൽ ടു സീക്വന്റ് ഡെപ്ത് ആണോ, ഡിഫറൻസ് ഇൻ കോൺജുഗേറ്റ് ഡെപ്ത് ആണോ, ഡിഫറൻസ് ഇൻ ആൾട്ടർനേറ്റ് ഡെപ്ത് ആണോ, ഇനീഷ്യൽ ഡെപ്ത് ആണോ? ഓക്കെ, ഇതിന്റെ ബേസിക് ആയിട്ട് നമുക്ക് പറയാം ആൾട്ടർനേറ്റ് എന്തായാലും വരത്തില്ല. അതേപോലെ ഹൈറ്റ് ഓഫ് ദ ഹൈഡ്രോളിക് ജംപ് എന്ന് പറഞ്ഞാൽ ഈസ് ഇക്വലന്റ് ടു y2 - y1 ആണ്. ഓക്കെ, ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ അപ്പൊ ആൻസർ എന്താണ്? ഡിഫറൻസ് ഇൻ കോൺജുഗേറ്റ് ഡെപ്ത്. കോൺജുഗേറ്റ് ഡെപ്തിന്റെ ഡിഫറൻസിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത് ഹൈറ്റ് ഓഫ് ദ ഹൈഡ്രോളിക് ജംപ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? വാട്ട് ഈസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ചാനൽ ഇഫ് ദ ഹൈഡ്രോളിക് റേഡിയസ് ആൻഡ് വെറ്റഡ് പെരിമീറ്റർ ഈസ് ഗിവൺ ബൈ 300 cm and 860 cm റെസ്പെക്റ്റീവ്ലി? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? റേഡിയസിന്റെ ബേസിക് ആയിട്ട് ഫോർമുല എന്താണ്? ഏരിയ ബൈ വെറ്റഡ് ഏരിയ ബൈ പെരിമീറ്റർ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരുന്നത്? ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ചോദിച്ചിരുന്നത്. A ഈക്വൽ ടു R ഇൻറ്റു പി. ഓക്കെ, 2 മീറ്ററിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 0.3 മീറ്റർ into 0.86. മീറ്റർ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ 300 സെന്റിമീറ്റർ. ഓക്കെ, 0.3 അല്ല, 3 മീറ്റർ, അതേപോലെ 8.6. 3 മീറ്റർ ഇൻറ്റു 8.6. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 25.8 കിട്ടും. ഓക്കെ, സോ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. വെറ്റഡ് ബേസിക് ആയിട്ട് ഫോർമുല, ഹൈഡ്രോളിക് റേഡിയസിന്റെ ഫോർമുല വെറ്റഡ് ഏരിയ ബൈ പെരിമീറ്റർ, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആർ ഇൻറ്റു പി ചെയ്തു. ഓക്കെ, ഡയറക്റ്റ് നമ്മൾ യൂണിറ്റ് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ 300 സെന്റിമീറ്ററിനെ 3 മീറ്റർ എന്നും 860 സെന്റിമീറ്ററിനെ 8.6 മീറ്റർ എന്നും കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ സർജ് ടാങ്ക് ഈസ് പ്രൊവൈഡഡ് ബൈ ഹൈഡ്രോ പവർ സ്കീം ടു റെഡ്യൂസ് വാട്ടർ
water to reduce water hammer pressure ആണോ, reduce frictional losses ആണോ, increase net head ആണോ, strengthen the penstock ആണോ? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? നമ്മുടെ സെർച്ച് ടാങ്കിന്റെ കണ്ടീഷൻ ആണ് ചോദിക്കുന്നത്. സെർച്ച് ടാങ്ക് ഈസ് പ്രൊവൈഡഡ് ഇൻ ഹൈഡ്രോ പവർ സ്കീം. അപ്പോൾ ഏതാണ് നമ്മൾ റെഡ്യൂസ് വാട്ടർ പ്രഷർ ആണ്, റെഡ്യൂസ് വാട്ടർ ഹാമർ പ്രഷർ ആണ് കറക്റ്റ് ഓപ്ഷൻ. സെർച്ച് ടാങ്ക് ഈസ് പ്രൊവൈഡഡ് ഇൻ ഹൈഡ്രോ പവർ സ്കീം ടു റെഡ്യൂസ് വാട്ടർ ഹാമർ പ്രഷർ. അപ്പോൾ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. Okay. Next question. In the selection of turbine by specific speed or head, which of the following statement is not correct? This statement ആണ് correct അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. For specific speed 10 to 35 Kaplan turbine, for specific speed 60 to 300 Francis turbine, for head 50 to 150 meter Francis turbine, അതേപോലെ for head above 300 Pelton turbine. Okay, so ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പെസിഫിക് സ്പീഡ് ഇതിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റ് ഈ ഫ്രാൻസിസ് ടർബൈൻ്റെയും 600 to 60 to 300 ആണ് സ്പെസിഫിക് ഹെഡ്. അതേപോലെ ഹെഡ് എന്ന് പറയുന്നത് ഫ്രാൻസിസ് ടർബൈൻ്റെ 50 to 150 ആണ്. ഹെഡ് അബവ് 300 മീറ്ററിനെ പെൽട്ടൺ ആണ് പറയുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ് മാത്രമാണ് തെറ്റ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 300 ആണ് കെപ്ലാൻ ടർബൈൻ്റെ സ്പെസിഫിക് സ്പീഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എ ആണ്, നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, ബാക്കിയെല്ലാം ശരിയാണ്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെക്ഷൻ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. പ്ലസ് നിങ്ങളുടെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക്സ് എ ലോട്ട്.